എൻ്റെ പേര് ഹിരൺ. അറിഞ്ഞ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയുള്ള യാത്ര, അറിവിൻ്റെ നിറകുടം തേടിയുള്ള യാത്ര, അറിവിൻ്റെ ഇന്ദ്രജാലത്തിലേക്കുള്ള യാത്ര, അറിവിൻ്റെ ആറാം ഇന്ദ്രിയത്തിലേക്കുള്ള യാത്ര. എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ ചാനലായ സിക്സ്ത് സെൻസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് രാജ്യസഭയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യൻ പാർലമെൻറ്റിൽ 2 സഭകളാണുള്ളത്. ഒന്ന് രാജ്യസഭ, അതുപോലെ തന്നെ മറ്റേതെന്താണ് ലോക്സഭ. ഓക്കെ, അപ്പോൾ എന്താണ് രാജ്യസഭയെക്കുറിച്ചാണ് പഠിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് രാജ്യസഭയുടെ ചിത്രമാണ്. ഈ ചിത്രം കാണുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, 2 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നമുക്കിൽ നിന്ന് കിട്ടും. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് രാജ്യസഭയുടെ പരവതാനിയുടെ നിറം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ചുവപ്പ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. നമുക്ക് ഈ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ അർദ്ധ വൃത്താകൃതിയിൽ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും എന്താണ്? രാജ്യസഭയിൽ എന്നാണ്. അപ്പോൾ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കിട്ടിയത്. ഒന്ന്, രാജ്യസഭയുടെ പരവതാനിയുടെ നിറം എന്ത്? ഉത്തരം ചുവപ്പ്. അതുപോലെ തന്നെ രാജ്യസഭയിൽ ഏത് ഷേപ്പിലാണ് സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അർദ്ധ വൃത്താകൃതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? രാജ്യസഭയിൽ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ എന്താണ്, രാജ്യസഭ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പർ ഹൗസ് എന്നുള്ള പേരിലാണ് എന്തറിയപ്പെടുന്നത്? രാജ്യസഭ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ രാജ്യസഭ അപ്പർ ഹൗസ് ആണെങ്കിൽ എന്താണ്? ലോകസഭ ലോവർ ഹൗസ് ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുക. രാജ്യസഭ എന്താണ്? അപ്പർ ഹൗസ്. ലോക്സഭ എന്താണ്? ലോവർ ഹൗസ്. ഓക്കെ, അപ്പോൾ രാജ്യസഭ എന്താണ്? അപ്പർ ഹൗസും ലോക്സഭ എന്താണ്? ലോവർ ഹൗസുമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 80 അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? രാജ്യസഭ രൂപീകരിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 80 അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? രാജ്യസഭ രൂപീകരിച്ചിരിക്കുന്നത്. രാജ്യസഭയുടെ അല്ലെങ്കിൽ രാജ്യസഭ നിലവിൽ വന്ന തീയതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം 1952 ഏപ്രിൽ 3 എന്നുള്ളതാണ്. 1952 ഏപ്രിൽ 3 ആദ്യ സമ്മേളനം അഥവാ പ്രഥമ സമ്മേളനം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? 1952 മെയ് 13. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്കെഡ്യൂളുകൾ അഥവാ പട്ടികകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ 4ാമത്തെ പട്ടിക അല്ലെങ്കിൽ 4th സ്കെഡ്യൂൾ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും എന്ത് ചെയ്യുന്നത്? രാജ്യസഭയിൽ സീറ്റുകൾ എന്ത് ചെയ്യുന്നത്? വീതിച്ച് നൽകുന്നത്. ഏതനുസരിച്ചിട്ടാണ്? 4ാമത്തെ സ്കെഡ്യൂള് അനുസരിച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ രാജ്യസഭ അംഗങ്ങൾ ഉള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UP ആണ്, അഥവാ ഉത്തർപ്രദേശ്. അവിടെ നിന്നും എത്ര അംഗങ്ങളാണുള്ളത്? 31 അംഗങ്ങളാണ് ഇവിടെ ഉള്ളത്, രാജ്യസഭയിലുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള രാജ്യസഭയിൽ അംഗങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UP ആണ്, ഉത്തർപ്രദേശാണ്. എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? 31 അംഗങ്ങളാണ് എവിടെ ഉള്ളത്? UPയിൽ നിന്നും രാജ്യസഭയിലേക്ക് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനമായിട്ടും 3 യൂണിയൻ ടെറിട്ടറിക്ക്, അതായത് 3 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളത്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ. ഈ 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണ് എന്തുള്ളത്? രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളത്. അതുപോലെ തന്നെ രാജ്യസഭയിൽ എന്താണ്, എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? 12 പേരെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം.
ഏതൊക്കെ മേഖലയിൽ നിന്നുള്ളവരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം. ഏതൊക്കെ മേഖലയിൽ നിന്നുള്ളവരെ എന്ത് ചെയ്യാം, നാമനിർദ്ദേശം ചെയ്യാം രാഷ്ട്രപതിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മേഖലയിൽ നിന്നാണ്. കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം. ഇങ്ങനെ 4 മേഖലകളിൽ നിന്നുള്ളവരെ എന്ത് ചെയ്യാം, രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാം. ഇങ്ങനെയുള്ള 12 പേര്. അതുപോലെ തന്നെ രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം 250 രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. രാജ്യസഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 245. ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യരുത്, മാറിപ്പോകരുത്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് 250, ഇപ്പോഴത്തെ അംഗസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്, 245 ആണ്. അതുപോലെ തന്നെ രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 30 വയസ്സാണ്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് എത്രയാണ്, 30 വയസ്സാണ്. അതുപോലെ തന്നെ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്, ചെയർമാനാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ചെയർമാനാണ്. അപ്പോൾ രാജ്യസഭയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്, ഉപരാഷ്ട്രപതി എന്നതാണ്. അപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരിക്കും, ഉപരാഷ്ട്രപതി ആയിരിക്കും. എങ്ങനെയാണ്, രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്, ചെയർമാൻ. ആ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്, ഉപരാഷ്ട്രപതി. അങ്ങനെയാണെങ്കിൽ രാജ്യസഭയുടെ അധ്യക്ഷനും ആരാണ്, ഉപരാഷ്ട്രപതി തന്നെയാണ്, അല്ലേ? ഇനി ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭ ചെയർമാൻ ആയ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്, ഹമീദ് അൻസാരിയാണ്. ഹമീദ് അൻസാരിയാണ് ഏറ്റവും കൂടുതൽ കാലം എന്തായത്, രാജ്യസഭ ചെയർമാനായി മാറിയത്. രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാജ്യസഭ ചെയർമാനായ ആദ്യ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KR നാരായണനാണ്. രാജ്യസഭ ചെയർമാനായ ആദ്യ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്, KR നാരായണനാണ്. അതുപോലെ തന്നെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായ ആദ്യ വനിത ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീമതി വയലറ്റ് ആൽവയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രാജ്യസഭയെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, രാജ്യസഭയുടെ സീറ്റുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ രാജ്യസഭ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്, അപ്പർ ഹൗസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രാജ്യസഭ എന്നാണ് രൂപീകരിച്ചത്, എന്നാണ് ആദ്യ സമ്മേളനം നടന്നത്, ഏത് ഷെഡ്യൂൾ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, രാജ്യസഭയിൽ സീറ്റുകൾ വീതിച്ചു നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ അതിലെ അംഗസംഖ്യയെക്കുറിച്ച് പഠിച്ചു. രാജ്യസഭയിൽ അംഗമാകാനുള്ള മിനിമം ഏജ് എത്രയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അതിലെ ചെയർമാൻമാരെ കുറിച്ചും പഠിച്ചു. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമുക്ക് രാജ്യസഭയെക്കുറിച്ച് എക്സാമിന് നോക്കാനുള്ളത്. അപ്പം ഈ ക്ലാസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലാസ്സിൽ കൃത്യമായിട്ട് കാണുക, അതിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇതുപോലെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.